ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഒരു ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ നിന്നാണ് ഇതാക്കിയിരിക്കുന്നത്. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു പൊട്ടിച്ച് നോക്കാം. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം പുതിയൊരു മൊബൈലിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടതാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കമ്പനിയെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇതെന്താണെന്നുള്ളത് ഭയങ്കര പേടി. ഇങ്ങനെ പേടിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സത്യം പറയുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഭംഗി ഉള്ളപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെന്താവുന്നത് നമുക്ക് വന്നത് തന്നെ പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പൈസ പോയിരിക്കണം ഗൈസ്. ഇനി ആരും ഇങ്ങനെ ചതിയിൽ പെടരുത്. നമ്മുടെ പൈസ പോയിരിക്കണം. 1100 രൂപയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇത് എനിക്ക് പണി കിട്ടി. എൻ്റെ പൈസ പോയി. ഇതാണ് അവർ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പണി നല്ല അന്തസ്സായിട്ട് പണി കിട്ടിയിരിക്കുകയാണ്. 1100 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. 1100 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച ഈ സംഭവം നമുക്ക് വന്നിരിക്കുന്നത് ഡെലിവറി ആയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. അവർ പറ്റിച്ചു. പഴയൊരു തുണി, പഴയൊരു നമുക്ക് പാക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിനേക്കാൾ ഒരുപാട് അതല്ല ഓർഡർ ചെയ്തത് എവിടെ കിടക്കുന്നത്, ഇത് എവിടെ കിടക്കുന്നത്, പഴയതിട്ട് പഴകിയിട്ടുള്ള സാധനം പാക്ക് ചെയ്തിട്ട് ബ്ലൂ ഡാർട്ട് എന്ന കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ കമ്പനി വരുന്നത് ബ്ലൂ ഡാർട്ടാണ് കേട്ടോ. ആരും ഈ ചതിയിൽ പെടരുത്. 1099 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. ബ്ലൂ ഡാർട്ടാണ് കമ്പനി. ഇതിൽ ആരും പർച്ചേസ് ചെയ്യരുത്. അവർ നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ ഇട്ട് തരും. അതൊന്നും ആരും കണ്ടിട്ട് പർച്ചേസ് ചെയ്യരുത്. ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യരുത്. നല്ല ചതി പറ്റും. അപ്പോൾ ദയവ് ചെയ്തപ്പോൾ ഞങ്ങളവർ വിളിച്ചിട്ടുണ്ട്. അവർ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അയ്യന്തോള് ആണ് സംഭവ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് എന്താവും നോക്കി നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ആ കവർ എടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലൂ ടാർട്ടിൽ നിന്ന് സംഭവം നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പേടി തോന്നി. കാരണം വെച്ചാൽ ഒരു തീരെ വെയിറ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നി. കാരണം വെച്ചാൽ നമ്മളെ ഡ്രസ്സ് ഒരു പാൻറ്റും അതുപോലെ ഒരു ടോപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അത്രയ്ക്ക് അതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊന്നും തോന്നില്ല. അപ്പോൾ തന്നെ എനിക്കൊരു പേടി തോന്നിയിട്ട് പൊട്ടിക്കാനായിട്ട്. ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ. 1199 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തുള്ള 15/7/2024 ഇന്ന് ഇന്ന് വന്നിട്ടുള്ള ഡെലിവറി ആയിട്ടുള്ള. അപ്പോൾ ഈ സംഭവം വന്നിരിക്കുന്നത് ഇതാണ്. സംഭവം വന്നിരിക്കുന്നത് പഴയൊരു തുണിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് പഴകിയിട്ടുള്ള ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത്. പഴയതെന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയും പഴയ ചെള്ളി പിടിച്ചിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ കോൺടാക്ട് നമ്പറിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കട്ടെ, അവിടെ ചെന്ന് നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ കേട്ടോ. ആരും ഇത് ഫേസ്ബുക്കിൽ ആരും പരസ്യം കണ്ടിട്ട് നിങ്ങൾ ആരും ഓർഡർ ചെയ്യരുത്. ദയവ് ചെയ്തിട്ട്. പലർക്കും പറ്റാറുണ്ട്, ചതി പറ്റാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഒരു വരും എന്ന് വിചാരിച്ചിട്ടില്ല ഒരിക്കലും. അപ്പോൾ ഇനിയൊരാളും ഇതുപോലെ പർച്ചേസ് ചെയ്യരുത്. ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരാളും ഇനി പർച്ചേസ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. 8ൻ്റെ പണിയല്ല, 16ൻ്റെ പണി, അതിൻ്റെ അപ്പുറമുള്ള പണികളാണ് കിട്ടണത് കേട്ടോ. ഇതാണ് പഴഞ്ചൻ തുണി പാക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ വൃത്തിയിൽ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതും കൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യന്തോളാണ് അവരെ ഓഫീസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാലേ ഇനി അറിയാൻ പറ്റുള്ളൂ ഇനി ഇതെന്താ സംഭവം, നമുക്ക് ഇതിൻ്റെ പൈസ തിരിച്ച് കിട്ടുമോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ഇനി അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ പോയി നോക്കി നോക്കാം എന്തായാലും.
ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്താണെന്നൊരു പിടുത്തല്ല. എന്തോളാന്ന് പറയുന്നുണ്ട്. പോയി നോക്കട്ടെ. അവസ്ഥയാണ് അവസ്ഥ. എന്തിന്റെ കേടായിരുന്നു എനിക്കത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എനിക്ക് എപ്പോഴും മനസ്സിലാവില്ല ഗൈസ്. എന്നാലും ഈ ഒരു ചതി ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. പഴന്തുണി തന്നെന്നെ പറ്റിച്ചു. 1100 രൂപ വാങ്ങിച്ചിട്ട്. അവസ്ഥ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യരുത്. പക്ഷെ ഫ്ലിപ്കാർട്ട് സംഭവം ഇത്രയും നാളും പർച്ചേസ് ചെയ്തിട്ടൊന്നും ഒരു മിസ്റ്റേക്കുകൾ വരാറുണ്ട്. കാരണം സൈസ് കറക്റ്റ് ആവാണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കളർ ചേഞ്ച് വരാറുണ്ട്. നമ്മളിപ്പോൾ വൈറ്റ് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരിക്കും വരിക. അങ്ങനെയൊക്കെ സംഭവം. പക്ഷെ പഴന്തുണി തന്നിട്ട് ഇതേവരെ ഫ്ലിപ്കാർട്ട് പറ്റിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ മീഷോന്നൊരു ഒരു പ്രാവശ്യം മീഷോന്ന് എടുത്തിട്ടുള്ളൂ. നമ്മളാ മീഷോയിലത്തെ സംഭവം കാണുമ്പോൾ നല്ല ഭംഗിയുള്ള തുണി, എന്താ ഒരു രസം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് ആ സംഭവം ഡെലിവറി ആയി നമ്മളത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-50 രൂപയൊക്കെ മീറ്ററിന് വില വരുന്ന തുണി ജസ്റ്റ് ഒന്ന് തയ്പ്പിച്ചിട്ട് തന്നിട്ടുള്ള സംഭവം. അതിനെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എത്ര 10,000 രൂപ തന്നെയാണെന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നിട്ട് പിന്നെ ഞാനൊന്നും, കാരണം പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്നാൽ എങ്ങനെ അത് റിട്ടേൺ അടിക്കുക, എങ്ങനെ സംഭവങ്ങളൊന്നും അറിയില്ല. എന്ന് റിട്ടേൺ അടിച്ചിട്ട് അപ്പം അതിൻ്റെ ഓപ്ഷൻ അപ്പം തന്നെ പോവുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ അടിക്കാനോ അല്ലെങ്കിൽ പൈസ റിട്ടേണോ അല്ലെങ്കിൽ സംഭവം മാറ്റിയിട്ട് തരുന്ന സംഭവം ഒന്നുമില്ല. അതപ്പം തന്നെ അത് ബ്ലോക്ക് ആവുകയാണ് ചെയ്യണത്. അപ്പം പിന്നെ അന്ന് പിന്നെ എന്തിട്ടെങ്കിലും ആവട്ടെ, പൈസ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ ഇത് വലിയ ചതിയായി പോയി. കാരണം വെച്ചാൽ ഇട്ടിട്ട് ആരോ പഴകിയിട്ടുള്ള കീറി പറഞ്ഞ് ചെളി പിടിച്ചൊരു സംഭവം ബ്ലൂ ഡാർട്ടിന്ന്. എൻ്റെ പൊന്നെ, ഇങ്ങനൊരു ചതി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അമ്മാതിരി എല്ലാവരും പറയും ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും പഠിക്കില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല. അങ്ങനെ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നോ? അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പം അവർ ആദ്യം സ്ഥലമൊന്നും പറഞ്ഞുതരാൻ ഉണ്ടായി. അപ്പം നമ്മൾ ചൂടായി, ദേഷ്യപ്പെട്ടു. അപ്പം അവർ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, അയ്യന്തോളം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവരെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാഫിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് നമ്മളവരെ ചൂടായതാ. അപ്പം അവർ അവിടുത്തെ നമ്പർ തന്നിട്ടുണ്ട്, അയ്യന്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അറിവിൽ മാത്രമാണ് ഇപ്പോൾ പോണത്. എന്താണ് എവിടെയാണ് ഒരു സംഭവം എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ലാണ്ടുള്ള പോക്കാ. പോയി നോക്കാം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇതുകൊണ്ട് ഞാൻ ഒരു കാര്യം പഠിച്ച്, ഇനി മേലാക്കാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഒരുവിധം കുഴപ്പമില്ല, നമുക്ക് റിട്ടേണൊക്കെ കിട്ടാറും കാര്യങ്ങളുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൽ നമ്മളിങ്ങനെ ഫ്ലിപ്കാർട്ടിൻ്റെ സംഭവമൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് അതിലിങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിട്ടല്ലോ, നന്നാ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കണതാ. ഇനി എന്തിട്ടാവോ ദൈവത്തിനറിയാം. നോക്കി നോക്കാൻ പോയിട്ട് ഗൈസ് പെട്ടു ഗൈസ്. സമയമില്ലാത്ത സമയത്താണ് ഈ പോണത്. എൻ്റെ ഒരു പണി, ഇതുപോലെ ഒരു പണി എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇതുപോലെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ കല്ലും കട്ടിക്ക് മൊബൈൽ ഓർഡർ ചെയ്തിട്ട് കല്ല് മണ്ണൊക്കെ പാക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിലൊക്കെ ഒട്ടിച്ചിട്ട് തന്നു എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വല്ലാത്തൊരു ചതിയായി പോയി. എൻ്റെ ബ്ലൂ ഡാർട്ടേ ഇതാട്ടാ ഞങ്ങൾ കൊണ്ടുപോകണ ഐറ്റം. ചേട്ടൻ പറയാം സാരില്ല പോട്ടെ. ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. എന്താ അങ്ങനെ 1000 രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ ചേട്ടനാ ഒരു ഇതില്ല. അവര് ചേട്ടൻ്റെ മനസ്സ് ഭയങ്കര ശുദ്ധമായ മനസ്സാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഞാനെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇന്ന് നമുക്ക് ഈ ചതി പറ്റി, നാളെ മറ്റുള്ളവർക്ക് പറ്റി. പക്ഷെ നമുക്കൊരു സംഭവം നമുക്കൊരു നമ്മുടെ അനുഭവത്തിലേക്ക് ഒരു സംഭവം വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞാലല്ലേ അവർക്കും ഇതുപോലെ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കാണുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് അവർ ബുക്ക് ചെയ്യാൻ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ടത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കിട്ടുന്നത്. കാരണം വെച്ചാൽ
ചേട്ടൻ പറയുന്ന സാരില്ല, അവർ എന്റർടൈൻ ആയിക്കോട്ടെ, നമ്മൾ മിണ്ടാണ്ടിരുന്ന അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് നിസ്സാരമായിട്ട് വിടുകയാണ്. പക്ഷെ ഞാൻ നിസ്സാരമായിട്ട് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. ഇതിന് പൈസ എന്തായാലും ഒന്നോലെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഇതിന് എന്താ സംഭവം നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പം ഞാൻ എന്നാൽ പിന്നെ അപ്പോൾ ചേട്ടൻ നന്നായോ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ചേട്ടൻ ഒട്ടും താല്പര്യമില്ല പോവാനായിട്ട്, അതിൻ്റെ പിന്നാലെ നടക്കണ്ട, അത് എന്തിട്ടേലാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ നിൽക്കണത്. ചേട്ടൻ്റെ മുഖം കണ്ട ചേട്ടൻ്റെ മുഖം നോക്കൂ ഗൈസ്, ചേട്ടന് തീരെ താല്പര്യമായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. പക്ഷെ പറഞ്ഞിട്ട് കേട്ടോ, നമുക്ക് ഇന്ന് പറ്റിയത് നാളെ മറ്റുള്ളവർക്ക് പറ്റുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് നമുക്ക് അനുഭവം വന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞില്ല എന്നുള്ളൊരു ഇത് വരരുതല്ലോ. അതാണ് കേട്ടോ ഗൈസ്. 1000 രൂപയ്ക്കും 1000 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വരെ വില ഉണ്ട്, 10 രൂപയ്ക്ക് വരെ വില ഉണ്ട്. ഒരു സമയം 10 രൂപ പോലും കിട്ടാണ്ട് എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ രൂപയ്ക്കും നമുക്ക് വില ഉള്ളത്. അപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ പൈസ ഒന്നും. അപ്പോൾ നമുക്ക് പോയി നോക്കാം എവിടെയാണ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അയ്യന്തോളം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഗൈസ്. നമുക്കവിടെ ക്യാഷ് തിരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ, 1200 തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് അയ്യന്തോളത്തെ ബ്ലൂ ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വന്നു, അവർക്ക് നമ്മൾ ഐറ്റം കൊടുത്തു. കുറച്ച് മാസമൊക്കെ പിടിച്ചു, കാരണം വെച്ചാൽ അവർക്ക് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാസമൊക്കെ പിടിച്ചു. പക്ഷെ നമ്മൾ വാശി പിടിച്ചപ്പോൾ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനിട്ട് നേരത്തെ ഒരു പണി അവിടെ വന്നിട്ട് അവരുടെ സ്റ്റാഫ് പൈസ വാങ്ങിക്കണു. അവിടെ സ്പോട്ടിൽ നമ്മൾ തിരിച്ച് കമ്പനിയിൽ വന്നിട്ട് പൈസ വാങ്ങിക്കേണ്ട ഒരു ഗതികേടാണ്. അപ്പോൾ ഇനി മേലാക്കാം ഞാൻ ബ്ലൂ ഡാർട്ടിൽ നിന്ന് അതുപോലെ മീഷോ സംഭവങ്ങളിലൊന്നും ഓർഡർ ചെയ്യില്ല. ഫ്ലിപ്കാർട്ട് കുഴപ്പമില്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ പഴംപൊരി സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രശ്നമുണ്ടോ ചേട്ടാ? നമുക്ക് ചായ കുടിക്കാൻ ഇരിക്കാൻ സൗകര്യം ഇരിക്കാലോ? വണ്ടി ഇടാൻ പറ്റില്ല. ഈ കടയുടെ പേര് അക്ഷയ ടീ സ്റ്റാളല്ലേ? അപ്പൊ നമ്മുടെ അക്ഷയ അയ്യന്തോള് അയ്യന്തോള് എവിടെയാണ്? കോടതിയുടെ ഭാഗത്താ അക്ഷയ ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കടികളും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കയറിയപ്പോൾ ഇത് ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയാണ് ഇവിടെ നല്ല രസത്തിൽ അവിടെ കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഴംപൊരി സൂപ്പറാണ് ചേട്ടൻ പറയണത്. അപ്പോൾ ശരി ഏട്ടാ, പൈസ എത്ര ഏട്ടാ? ചായ എടുക്കണം. ചേച്ചിയാണ് ഇവിടെ, ചേച്ചിയും ചേട്ടനും ചായ അടിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ചേച്ചിയാണ് ചായയൊക്കെ അടിക്കുന്നത്, ചേട്ടനും ചായയൊക്കെ അടിക്കും. അപ്പോൾ ഇവിടെ പിന്നെ എന്തൊക്കെയുള്ളത്? ചായയും കടി അല്ലാണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് ചേട്ടാ? കാലത്ത് ടിഫിൻ ഉണ്ട്, പിന്നെ ഇഡ്ലി, ദോശ, വെള്ളപ്പം, നൂലപ്പം, പൊറോട്ട. അതെ, പിന്നെ കഞ്ഞിയുണ്ടോ? കഞ്ഞിയുണ്ട്, ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട്. കഞ്ഞിയും ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഇല്ല, ബീഫ് നോണില്ല അല്ലേ? വെജ് മാത്രം. അപ്പൊ അങ്ങനെ സ്നാക്സ് എല്ലാതും ഉണ്ട് അല്ലേ? എല്ലാതും ഇവിടെ തന്നെ ഉണ്ടാക്കും, ലൈവായിട്ട് ഉണ്ടാക്കൂലേ? വൈകുന്നേരം രാവിലെ എപ്പോഴാ തുറക്കുക? ഇവിടെ 7:45 തുറക്കും. പിന്നെ അടക്കിലോ 7:30 ആകുമ്പോ അല്ലേ? അപ്പൊ വൈകുന്നേരം വരെ ഉണ്ടാവും. കോടതിയില് തിരക്കും കാര്യങ്ങളൊക്കെ വരെ ഉണ്ടാവൂലേ? തിരക്കുണ്ടാവൂലേ? ശരി. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇനി അറിയാത്തവരുണ്ട്, ഇവിടെ വന്ന് കയറട്ടെ. അങ്ങനെ താങ്ക് യു ചേട്ടാ. അപ്പൊ ചേട്ടൻ ദേഷ്യപ്പെട്ടിട്ട് എങ്ങനെ ഇറക്കുകയാണ്. കൂളായി. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേട്ടാ ബൈ ബൈ, സി യു, താങ്ക് യു. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇനി എല്ലാരും ഓൺലൈനിൽ കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ എടുക്കാം.
വല്ലാണ്ട് കലാപുണ്ടാവാറില്ല. ഫ്ലിപ്കാർട്ട് വലിയ കുഴപ്പമില്ല. വേറെ മറ്റേ ഓൺലൈനിൽ വരുമ്പോ അത് ശ്രദ്ധിച്ചിട്ട് എടുത്തോളാം. അവര് എന്താ പറയാ പഴയത് അതായത് ഉടുത്തിട്ട് ഇതൊക്കെ ആയിട്ട് കീറിയതൊക്കെയാണ് നമുക്ക് അയച്ചു തന്നെ. അമ്മാതിരി നമുക്കത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടാൻ പോലും പറ്റണ വിധത്തിലുള്ള സാധനങ്ങളല്ല നമുക്ക് അയച്ചു തന്നിട്ടുള്ളതേ. അതാണ് സംഗതി. തൊങ്ങ് പൊന്തി കീറി ചെളി പിടിച്ചിട്ടുള്ള ഐറ്റം നമുക്ക് അയച്ചു തരുന്ന അവര് ശ്രദ്ധിക്കാണ്ട് അയച്ചിട്ടുള്ള സംഭവമല്ല. കാരണം വെച്ചാൽ ഒരാളത് പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കവറും കാര്യങ്ങളൊക്കെ വെച്ച് പാക്ക് ചെയ്ത് നമുക്ക് അയക്കുമ്പോൾ അവര് പെട്ടെന്ന് അറിയാണ്ട് വന്ന് തെറ്റ് പറ്റിയിട്ട് പോയിട്ടുള്ളതല്ല സംഭവം. അത് അവർ അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് സംഭവം അയച്ചിട്ടുള്ളത്. അവർക്ക് അറിയാം. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഗൂഗിൾ പേ ചെയ്യാണ്ട് ക്യാഷ് കൊടുക്കുക. വൈകുന്നേരം അവരുടെ ക്യാഷ് സബ്മിറ്റ് ചെയ്ത് അവരുടെ കളക്ഷനൊക്കെ കഴിഞ്ഞ് ഓർഡർ ക്ലോസ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് ചെല്ലാണെങ്കിൽ നമുക്ക് ചിലപ്പോ പൈസ കിട്ടും. അതല്ലെങ്കിൽ ഗൂഗിൾ പേയിലാണെങ്കിൽ നമ്മളത്രയും സംസാരിച്ച കാരണം കൊണ്ട് ഇപ്പൊ നമുക്ക് പൈസ കിട്ടിയിട്ടുള്ള. കാരണം ചിലർക്ക് ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ട് ഇരിക്കുന്നവർക്കൊന്നും പൈസ കിട്ടില്ല. പിന്നെ ഓൺലൈനിൽ കൂടെ ഗൂഗിൾ ഓൺലൈനിലാണെങ്കിൽ അവർക്ക് പൈസ നേരിട്ട് അവിടെ കമ്പനിയിലേക്ക് പോകും. അപ്പൊ അവർക്ക് അത് ഭയങ്കര ടാസ്കാ. വൈകുന്നേരം വന്ന് ക്ലോസ് ചെയ്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് 2-3 ദിവസം 48 മണിക്കൂർ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടും. പിന്നെ നമ്മൾ അതിന് പിന്നാലെ കിടന്ന് നടക്കേണ്ടി വരും. ഇതാകുമ്പോ ക്യാഷ് റെഡി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വൈകുന്നേരമാണ് അവരുടെ ഇത് ക്ലോസ് ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് 2 വർത്തമാനം പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയിരിക്കും ഒരു പക്ഷെ നമ്മള് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ചാല് ചതിയിൽ പെടാണ്ടിരിക്കുക മാക്സിമം. കാരണം വെച്ചാല് ഒന്ന് ഓർഡർ ബുക്ക് ചെയ്യുമ്പോ ഒക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മളത് ബുക്ക് ചെയ്യണത്. പക്ഷെ ഒന്നല്ലാട്ടാ, വെറും പറ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പറ്റിക്കൽസ് ആണ്. ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണോ? കാരണം വെച്ചാൽ ഒന്ന് ഓൺലൈനിൽ കൂടെ ഒന്ന് കണ്ടിട്ടൊന്ന് ബുക്ക് ചെയ്യണ സമയത്ത് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് ഇത് പണി കിട്ടുമോ എന്ന് ആലോചിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പൈസ കളയരുത്. ആരും പൈസ ഒന്നും നിസ്സാരമാക്കിയിട്ട് ആരും കളയരുത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു. ടാറ്റ ബൈ ബൈ. സീ യു. താങ്ക് യു.